പല ഉപദേശങ്ങളാല് നിറയപ്പെട്ടതായിരിക്കുന്ന ഒരു ആത്മമണ്ഡലത്തിലാണല്ലോ ജീവിക്കുന്നത്. അതെ. ചില ആളുകൾ പറയുന്നു അനുഗ്രഹം മാത്രം, മറ്റു ചിലർ പറയുന്നു യേശുവിന്റെ വചനം അല്ലെങ്കിൽ ദൈവജനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവിനാൽ ഉള്ളിൽ വീണ അന്നു മുതൽ ആരംഭിക്കുന്ന ജീവിതം കഷ്ടതയാണ്. ഇത് അല്പമായിട്ടൊന്ന് വിശദീകരിക്കാമോ? നമ്മൾക്ക് കർത്താവിൻ്റെ ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞതല്ല. കഷ്ടത നിറഞ്ഞത് ആനന്ദ ജീവിതമാണ്, ആത്മീക ജീവിതമാണ്. എന്നെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്നിൽ അല്പം പോലും കോപം വന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ മുസ്ലിങ്ങളിടയിൽ നിന്ന് പരസ്യയോഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ മനുഷ്യൽ വന്നപ്പോൾ ദൈവത്തിനെങ്ങനെയാണ് പുത്രനുണ്ടാകുമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ കോപിച്ചെന്നെ പിടിച്ച് അവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ ഇറച്ചിക്കടയിൽ വലിയ തടി വെച്ചിട്ടുണ്ട്. ആ തടിയിലാണ് ഇറച്ചി ഇങ്ങനെ കഷ്ണമായിട്ട് മുറിക്കുന്നത്. ആ തടിയിൽ എന്നെ കിടത്തിയിട്ട് വലിയ ഈ ഒരുത്തോണ്ട് നിന്നെ വെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ ഇത്രയും നമ്മൾ ചെയ്തെങ്കിൽ ഇവൻ കൊല്ലാൻ പോയണേക്ക് ഇവൻ ഭ്രാന്തനാണെന്ന് എഴുന്നേറ്റ് എന്നെ പിടിച്ച് പുറകിൽ ഒരു തൊഴിയും തൊഴിച്ചങ്ങ് വിട്ടു. അപ്പോൾ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും ക്രിസ്തീയ ജീവിതം പോലെ ആനന്ദകരമായ ഒരു ജീവിതം ഇല്ല. അതിന് പരിശുദ്ധാത്മാവിൽ വസിക്കണം. ക്രിസ്തീയ ജീവിതം കഷ്ടത മറ്റുള്ളവർക്ക് തോന്നിയാൽ കഷ്ടതയാണ്. എന്നാൽ ശദ്രക്ക് മേശക്കത്തിന് അഭിനവോ തീക്കകത്ത് നടക്കുക. പുറമേ ഉള്ളവർക്കത് കണ്ടപ്പോൾ വളരെ തീയാണ്, വെന്തു പോകുന്നതാണ്. അതിനകത്ത് എന്ത് ചെയ്യുക? നടക്കുക. അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ എത്ര ഈ ലോകത്തിന്റെ പരിശോധന തീകൾ വന്നാലും ദഹിക്കാതെ ക്രിസ്തീയ ജീവിതം പോലെ ആനന്ദകരമായ ഒരു ജീവിതം വേറൊന്നുമില്ല. അത് കഷ്ടത പുറമേ ഉള്ളവർക്ക് കഷ്ടത തോന്നും, നമ്മൾക്കത് ആനന്ദകരമായിരിക്കും. ഞങ്ങൾ എത്രയോ പട്ടിണി കിടന്നിട്ടുണ്ട്. വെറും തകരയില മാത്രം കഴിച്ച് രജോരിയിൽ 7 ദിവസം തകരയില മാത്രം കഴിച്ച ദിവസങ്ങളുണ്ട്. അന്നും എത്ര ആനന്ദത്തോടെ കഴിഞ്ഞത്, ദുഃഖത്തോടല്ല. ഭർത്താവേ നീ ഇതാണല്ലോ. ഇത് ക്രിസ്തീയ ജീവിതം എത്ര ആനന്ദമുള്ളതാണ്. എന്നെ മുഖത്തടിച്ചിട്ട് ഇവിടെ ഈ മുഖത്തിവിടെ ഇങ്ങനെ അടികൊള്ളുമ്പോൾ പെട്ടെന്ന് ഇവിടെ ചിറിയെല്ലാം മുറിയും, രക്തമൊഴി എൻ്റെ ഷർട്ടിലൊക്കെ ആയതുകൊണ്ടൊക്കെ ഞാൻ ചിരിച്ചോണ്ട് ഞാൻ പോയിട്ട് വെള്ളം ഉടത്തി എന്നാൽ ഷർട്ട് ഊരി കഴുകിയിട്ടാണ് പോകുന്നത്. രക്തം ഒലിപ്പിച്ചുകൊണ്ടല്ല പോകുന്നത്. ആനന്ദകരമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ ചില സമയത്തൊക്കെ അടി കൊണ്ടിട്ട് എൻ്റെ ഭാര്യയോട് വന്നിട്ട് അടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. അത്ര സന്തോഷം പറയാൻ തോന്നിയിട്ടില്ല.